നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടി വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലാണ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നേടിയ വികസനങ്ങൾ എന്തൊക്കെയാണ്? 5 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ചെറുതാഴം പഞ്ചായത്ത് കാലാകാലമായി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ്. 62-ലാണ് ഈ പഞ്ചായത്തിൻ്റെ രൂപീകരണം. ആ രൂപീകരണത്തിന് ശേഷം ആദ്യം TV നാരായണൻ നായരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം പയ്യരട്ട് രാമാട്ടൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനിയായ പയ്യരട്ട് രാമാട്ടൻ്റെ നേതൃത്വത്തിലുള്ള ദീർഘകാലത്തെ ഭരണസമിതിയായിരുന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് 79-ലാണ്. 79-ലെ തെരഞ്ഞെടുപ്പിൽ നാരായണൻ നമ്പ്യാരാണ് പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നത്. അദ്ദേഹം 79-ലും 88-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അധികാരത്തിൽ വന്നത്. തുടർന്ന് 95-ലാണ് ഒരു തെരഞ്ഞെടുപ്പ് പിന്നെ വന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അത് സഖാവ് PV അപ്പുക്കുട്ടി സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള സഖാവ് PV ആണ് ആ സമയത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നത്. ഇതുവരെ ഉള്ള പഞ്ചായത്തുകൾക്കൊന്നും വലിയ അധികാരങ്ങളോ വലിയ ധനമോ ഒന്നും ഉണ്ടായിട്ടില്ല. പരിമിതമായിട്ടുള്ള അധികാരങ്ങളും പരിമിതമായിട്ടുള്ള വരുമാനവും മാത്രമുള്ള പരിമിതമായിട്ടുള്ള വികസനം മാത്രം നടത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു ഭരണസമിതിയായിരുന്നു. എന്നാൽ 96-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നായനാരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റപ്പോഴാണ് മഹാനായ EMSൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ജനകീയാസൂത്രണം എന്ന വലിയൊരു പദ്ധതി വന്നത്. ആ ജനകീയാസൂത്രണത്തോടു കൂടിയാണ് ചെറുതാഴം പഞ്ചായത്തിലും വികസനത്തിൻ്റെ പൊൻവെളിച്ചമെത്തിയത്. എല്ലാ ഗ്രാമങ്ങളിലും റോഡ്, അതുപോലെ തന്നെ കാർഷിക മേഖലയിലുള്ള അഭിവൃദ്ധി, അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ, ഇങ്ങനെ തുടങ്ങി നാനാവിധത്തിലുള്ള മുന്നേറ്റം ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായി. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് സ്ത്രീകൾ. ആ സ്ത്രീകളെ അധികാരത്തിലേക്കും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരെ ബോധവാന്മാരാക്കി അവരെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കുടുംബശ്രീ മിഷൻ വഴി അതും സാധ്യമായി. ഇങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്ത് വളരാൻ വേണ്ടി തുടങ്ങിയത്. തുടർന്ന് 2000-ൽ MV ശകുന്തളയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, 2005-ലും 2010-ലും CM വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, 2015-ൽ P പ്രഭാവതി നേതൃത്വം കൊടുത്ത ഭരണസമിതി, ഇപ്പോൾ 2020 മുതൽ 2025 വരെ സഖാവ് M ശ്രീധരൻ നേതൃത്വം കൊടുത്ത ഭരണസമിതി. ഈ ഭരണസമിതികളെല്ലാം വലിയ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഇന്ന് ഒരു റോഡ് സൗകര്യമില്ലാത്ത പ്രദേശം, ഉൾപ്രദേശങ്ങളിൽ പോലും നമ്മുടെ ചെറുതാഴം പഞ്ചായത്തിൽ എവിടെയും റോഡ് സൗകര്യങ്ങളുണ്ട്. ഒരു ഓട്ടോറിക്ഷയിലോ ഒരു വാഹനത്തിലോ നമുക്ക് എവിടെയും ചുറ്റി സഞ്ചരിക്കാം. ഇന്ന് ഈ ഗ്രാമത്തിൻ്റെ മുമ്പ് കാലത്ത് അതായിരുന്നില്ല. കുണ്ട് ഇടകളായിരുന്നു, വലിയ തോടുകളായിരുന്നു. ഇതാണ് ഈ കഴിഞ്ഞ 5 വർഷം മുമ്പെയും. ഇപ്പോൾ നമ്മുടെ 16-ാം വാർഡിൽ പുത്തൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ കുണ്ടടയായിരുന്നു. ജനങ്ങൾക്ക് ഒരു ഗതിയും ഇല്ലായിരുന്നു. സഞ്ചരിക്കാൻ പോലും സഞ്ചാരയോഗ്യമായിരുന്നില്ല. 6 മാസം മഴക്കാലത്ത് അവർക്ക് സഞ്ചാരയോഗ്യമില്ല സ്ഥലം ഉണ്ടായിരുന്നില്ല. അതിന്നിപ്പം മനോഹരമായ റോഡായി മാറിയിരിക്കുന്നു. ഈ വിധത്തിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ പശ്ചാത്തല മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും അതുപോലെ നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ശ്രീധരൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന നേട്ടം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചില പ്രതിബന്ധങ്ങളുണ്ടായി. പ്രതിബന്ധം എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേ വന്നതോടുകൂടി പിലാത്ര ബസ് സ്റ്റാൻഡ്, അവിടെ നമുക്ക് ബസ് സ്റ്റാൻഡ് പോയി അതിൻ്റെ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടി വന്നു. അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ നവീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ നവീകരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയെല്ലാം ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ DPR തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ പ്രവൃത്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. 10 കോടി രൂപ എസ്റ്റിമേറ്റിൽ കൃത്യമായിട്ടുള്ള DPR-ഓടുകൂടി 5 കോടി രൂപ ഇപ്പം തന്നെ പഞ്ചായത്തിൻ്റെ കൈവശമുണ്ട്. ബാക്കി 5 കോടി ഗ്രാമവികസന വകുപ്പിൽ നിന്ന് കടം വാങ്ങി ആ ബസ് സ്റ്റാൻഡ് എന്നുള്ള സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ആ നിലക്ക് ആധുനിക ബസ് സ്റ്റാൻഡ് പിലാത്രയിൽ വരാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ MLA-യുടെ സഹായത്തോടുകൂടി പിലാത്ര സൗന്ദര്യവൽക്കരണം വരികയാണ്. അതും പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. പിലാത്ര ടൗൺ ഇപ്പോൾ സൗന്ദര്യവൽക്കരിക്കുക. അപ്പോൾ ചെറുതാഴത്തിൻ്റെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന പിലാത്ര അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരു വലിയ വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികളെല്ലാം ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ പിലാത്രയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യവും പ്രശ്നവുമാണ് മത്സ്യ മാർക്കറ്റ്. ആ മത്സ്യ മാർക്കറ്റിൻ്റെ DPR തയ്യാറായി അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു, കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞു, അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പിലാത്രയുടെ ചില വിഷയങ്ങൾ
ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വന്ന് അതുപോലെ തന്നെ കാലാന്തരത്തിൽ നാശോന്മുഖമായി തീർന്ന മത്സ്യ മാർക്കറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് രാത്രിയിൽ അലട്ടുന്നത്. അതിനെല്ലാം പരിഹാരമായി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രവൃത്തിപഥത്തിലേക്കാണ്. പുതിയ ഭരണസമിതിക്ക് അതിൻ്റെ വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ആ സംഗതികളെല്ലാം നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വാർഡുകൾ ഇത്തവണ തിരിച്ചു പിടിക്കാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ശരി, അതെ. കഴിഞ്ഞ തവണ ഒരു വാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പിലാണ്. ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയത് അത് ചില പ്രാദേശിക വികാരങ്ങൾ, അത് പിന്നെ സ്വാഭാവികമായും ചില വികാരങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് നഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ പിന്നീട് വിലയിരുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു അടിയൊഴുക്കുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായി അത് സംഭവിച്ചതാണ്. അപ്പോൾ അത് ഇത്തവണ ആവർത്തിക്കില്ല. ഇത്തവണ 19 വാർഡുകളുണ്ട്. 19 വാർഡും വലിയ മുന്നേറ്റത്തോടെ ഇടതുപക്ഷം ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഒന്നാമത് ഞങ്ങൾ നിർത്തിയിട്ടുള്ള 19 സ്ഥാനാർത്ഥികളും വലിയ നിലക്ക് സ്വീകാര്യരാണ്. അവർ ഓരോ വാർഡിലും അവർ പിന്നെ പര്യടനം ആരംഭിച്ചപ്പോൾ തന്നെ വലിയ നിലക്ക് അവർ ജനങ്ങൾ അവരെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ എത്ര സ്ത്രീകളെയാണ് മത്സരിപ്പിക്കുന്നത്? ചെറുതാഴം പഞ്ചായത്തിൽ ഇപ്പോൾ 10 സ്ത്രീകളെയാണ് വാർഡിൽ പഞ്ചായത്തിൽ മത്സരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വനിതാ സംവരണം എന്നുള്ള നിലക്ക് പിലാത്തറ ഡിവിഷനിൽ പിന്നെ ഭാനുമതിയാണ് മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ജയശ്രീ ടീച്ചറാണ്. അപ്പോൾ വനിതകൾക്ക് വലിയ പ്രാധാന്യമാണ് ഇടതുപക്ഷം കൊടുത്തത്. 50% എന്നാണ് സംവരണത്തിൻ്റെ പേര്. ചെറുതാഴം പഞ്ചായത്തിൽ 19 വാർഡ്, 9 വനിതാ സംവരണം, 10. അതുപോലെ ഏത് പഞ്ചായത്ത് എടുത്താലും ഇപ്പോൾ 15 വാർഡുകളുള്ള പഞ്ചായത്ത് എടുത്താൽ അവിടെ 8 വാർഡുകളാണ് വനിതാ സംവരണം ഉള്ളത്. അപ്പോൾ വനിതകൾക്ക് വലിയ പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ നമ്മുടെ സമൂഹത്തിനകത്ത് വനിതകൾ എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെടേണ്ടവർ, പിന്നെ പുറന്തള്ളപ്പെടേണ്ടവർ എന്നായിരുന്നു സിദ്ധാന്തം. മനുവാദത്തിൽ അധിഷ്ഠിതമായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ അലിഖിത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ അകറ്റി നിർത്തപ്പെട്ടിരുന്നു. അതിന്ന് പോയി. ഇപ്പോൾ പുത്രരക്ഷേണ വാർദ്ധക്യമില്ല, പിന്നെ ഭർത്തൃരക്ഷേണ യൗവനമില്ല, പിതൃരക്ഷേണ കൗമാരമില്ല. ഇപ്പോൾ സ്ത്രീകൾ സ്വതന്ത്രരാണ്. അവർക്ക് എല്ലാ അധികാരാവകാശങ്ങളും ഉണ്ട് സമൂഹത്തിൽ. നേരത്തെ നവോത്ഥാന കാലഘട്ടത്തിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നായിരുന്നു മുദ്രാവാക്യം. ഇപ്പോൾ അടുക്കളയിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നാണ് മുദ്രാവാക്യം. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമായി അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് നല്ല പരിഗണനയാണ് ഇടതുപക്ഷം കൊടുക്കുന്നത്. പിന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് നിങ്ങളെല്ലാം പിന്നെ മാധ്യമപ്രവർത്തകരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് പോലെ മറ്റൊരു ഗവൺമെൻറ് ഇല്ല എന്ന് കാണാൻ വേണ്ടി കഴിയും. സ്ത്രീകളുടെ ഏത് പരാതിയും വളരെ ഗൗരവത്തോടെ പരിഗണിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നൊരു ഗവൺമെൻറ്റാണ്. ഇടതുപക്ഷത്തിൻ്റെ പൊതു സ്വഭാവം തന്നെ സ്ത്രീകളെ വേണ്ട രീതിയിൽ പരിഗണിക്കുക, അവരെ ആദരിക്കുക എന്നുള്ളതാണ്. സ്ത്രീകളുടെ എപ്പോഴും ബഹുമാനം വെച്ച് പുലർത്തുന്നവരാണ്. ഇടതുപക്ഷത്തിൻ്റെ നയം തന്നെ അതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എതിരായി നടക്കുന്ന ഏതൊരു ചെറിയ ആക്രമണങ്ങളെയും വളരെ ഗൗരവത്തോടെ കാണുകയും അതിനെതിരായി പ്രതികരിക്കുകയും ചെയ്യുക, നിയമ നടപടി തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ എക്കാലത്തെ നയം. എക്കാലവും അത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ടല്ലോ. ഒരു സ്ത്രീ പരാതി, ഒന്നല്ല നിരവധി യുവതികൾ പരാതി കൊടുത്തു. ആർക്ക്? KPCCയുടെ നേതൃത്വത്തിന്, AICCക്ക്, വലിയ വലിയ നേതാക്കന്മാർക്കെല്ലാം പരാതി കൊടുത്തിട്ട് അവരതെല്ലാം പൂഴ്ത്തിവെച്ച് യാതൊന്നും അവർ നിയമത്തിൻ്റെ മുമ്പിൽ ഉടനെ വിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സംഘടനാപരമായി എടുക്കേണ്ട നിലപാട് പോലും എടുക്കാതെ ഇപ്പോൾ ഗത്യന്തരമില്ലാതെയാണ്, ഒരു ഗത്യന്തരവും ഇല്ലാതെയാണ്, നാണം കെട്ട രീതിയിലാണ് ഇപ്പോൾ നടപടി എടുത്തു എന്നാക്കിയിട്ടുള്ളത്. എന്നിട്ടും ഇപ്പോൾ ഒളിപ്പിക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ ഈ വിധത്തിൽ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുകയും സ്ത്രീകളെ വളരെ മോശമായി കാണുകയും ചെയ്യുന്ന ഒരു കൂട്ടറാണ് പൊതുവേ വലതുപക്ഷം. അത് BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, ഇനി മറ്റേത് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ശരി, അവരെല്ലാം ആ നിലക്കാണ് കാണുന്നത്. ശരി, വിജയപ്രതീക്ഷ എത്രത്തോളാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം കുറേ വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് വിജയപ്രതീക്ഷ ചോദിക്കുന്നില്ല. മറിച്ച് കഴിഞ്ഞ തവണത്തേക്കാളും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത്തവണത്തെ പ്രകടന പത്രിക വാഗ്ദാനങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഇത്തവണ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അവശേഷിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും അവസാനം ഉണ്ടാവില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടുള്ള എല്ലാ പശ്ചാത്തല മേഖലയിൽ അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിൽ പ്രധാനമാണ് ചെറുതാഴം പഞ്ചായത്ത്. അപ്പോൾ ചെറുതാഴം പഞ്ചായത്തിലെ നെൽ കൃഷി
അതിനാണ് പ്രാധാന്യം. 12 പാടശേഖരങ്ങളുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി നെൽകൃഷി, നേരത്തെയെല്ലാം 2 വളിയും 3 വളിയും എടുത്ത നെൽപ്പാടങ്ങളുണ്ട്. ആ വിധത്തിലേക്ക് നെൽകൃഷിയെ പരിപോഷിപ്പിക്കാനും കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിൽ നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം ഒരു ഓട്ടോറിക്ഷയെങ്കിലും പോകേണ്ട വഴിയില്ലാത്ത ഏത് പ്രദേശവും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അവിടെയെല്ലാം ഒരു ഓട്ടോറിക്ഷയെങ്കിലും പോകുന്നൊരു വഴി ഉണ്ടാവുക. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ഇപ്പോൾ കാലവർഷത്തിൻ്റെ ഗതിയെല്ലാം കൊണ്ട് മോശമായി പോയ റോഡുകളുണ്ട്, അതെല്ലാം ഒന്ന് വൃത്തിയാക്കുക. അങ്ങനെ പശ്ചാത്തല മേഖലയിൽ പിലാത്തറത്തെ കാര്യം ഞാൻ പറഞ്ഞു, അതിന് ഒരുപാട് നല്ല. അതുപോലെ തന്നെ പിലാത്തറ ടൗണ് ഇനിയിപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡും കോംപ്ലക്സും എല്ലാം വരുമ്പോൾ ഒരു നല്ല ലൈബ്രറി അവിടെ വേണം, യുവാക്കൾക്ക് ഒത്തുകൂടാനുള്ള പ്രദേശം വേണം. അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്ത് വലിയ താല്പര്യമുള്ള യുവാക്കൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കളിസ്ഥലം വേണ്ട രീതിയിൽ ഇന്ന് നമ്മുടെ പഞ്ചായത്തിലില്ല. അപ്പോൾ അതിന് സാധ്യതകൾ കണ്ടെത്തി അതുകൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിധത്തിൽ യുവാക്കളെ ചേർത്ത് പിടിക്കാൻ, കുട്ടികളെ ചേർത്ത് പിടിക്കാൻ, സ്ത്രീകളെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ സമൂഹത്തിലെ ദുർബലരാകെ ചേർത്ത് പിടിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പദ്ധതികളാണ് പുതിയ കാലത്ത് നമ്മൾ ആവിഷ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു വലിയ വികസനം നമ്മൾ മുന്നിൽ കാണുകയാണ്. അത് സാധ്യമാകും എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 19 വാർഡിലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യും. 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വലിയ നിലയ്ക്ക് വീണ്ടും ഒരു ഭരണ തുടർച്ചയ്ക്കായി പൂർണ്ണ സജ്ജരാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ മുന്നണിയും. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇപ്പോൾ ചേരുന്നത് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ വലതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്. അവരുടെ കെടുകാര്യസ്ഥത തോന്നുന്ന കാര്യങ്ങളുണ്ടോ? നിലവിൽ നമ്മൾ UDF മുന്നോട്ട് വെക്കുന്നത് പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത തുറന്നു കാണിക്കുക എന്ന സംവിധാനമാണ്. കാരണം ലക്ഷങ്ങൾ ചിലവഴിച്ച് കാർഷിക മേഖലയിൽ യന്ത്രങ്ങൾ വാങ്ങിക്കൂട്ടി ആ യന്ത്രങ്ങൾ ഇന്ന് പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത കൃഷിഭവൻ്റെ സമീപത്തുള്ള ഷെഡിൽ തുരുമ്പെടുത്ത് കിടക്കുകയാണ്. അത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെ ഒന്നാമത്തെ ഒരു കാരണമാണത്. അപ്പോൾ അത്തരം രീതിയിൽ ആണ് പഞ്ചായത്തിൻ്റെ പല പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട പല കാര്യങ്ങൾക്കും പഞ്ചായത്ത് വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ടാണ് അത്തരം ഉപകരണങ്ങൾ അവിടെ തുരുമ്പെടുത്ത് നിൽക്കുന്നത്. അടിയന്തരമായി ഇടപെടണമെന്ന് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ പ്ലാത്ര ടൗണിൻ്റെ വികസനമാണ്. കാരണം നമ്മുടെ പ്ലാത്ര നമ്മൾ ഈ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി 2 ഭാഗമായി വെട്ടി മുറിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കാര്യക്ഷമമായി അതിൻ്റെ വർക്ക് NH തുടങ്ങുന്ന സമയത്ത് കാര്യക്ഷമമായി ഭരണസമിതി ഇടപെട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ രീതിയിലേക്ക് പ്ലാത്തറയുടെ ഹൃദയഭാഗം പ്ലാത്തറ ടൗൺ എന്ന് പറയുന്ന ആ സ്ഥലം മാറുമായിരുന്നില്ല. ഒരു മേൽപ്പാലം പോലും ഇല്ലാത്ത തൂണുകളിലൂടെ പോകേണ്ട ഭാഗം മുഴുവൻ കെട്ടി മതിൽ തിരിച്ച് 2 ഭാഗമാക്കി വച്ചിരിക്കുകയാണ്. അത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയുടെ ഒരു ഉദാഹരണമാണ്. വേറെ ഒന്നാണത്. ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്നു കേട്ടിട്ടുള്ള ജനകീയ പ്രശ്നം എന്തൊക്കെയാണ്? പ്ലാത്ര ബസ് സ്റ്റാൻഡിന് സമീപത്ത് തന്നെ അവിടെ പൊതുജനങ്ങൾക്ക് ഉള്ള മൂത്രപ്പുര, അങ്ങനെയുള്ള നല്ലൊരു കംഫേർട്ട് സ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. മത്സ്യ മാർക്കറ്റിൻ്റെ സ്ഥിതിയാണെങ്കിൽ അവിടെ മത്സ്യം വാങ്ങിക്കാൻ പോകാൻ തന്നെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് അവിടുത്തെ അവസ്ഥയുള്ളത്. ഓവുചാലുകളിൽ നിന്ന് പൊട്ടി പോകുന്ന വെള്ളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് പാടശേഖരങ്ങളുള്ള ഒരു പ്രദേശമാണ് ചെറുതാഴം. ആ പാടശേഖര വികസനത്തിനായി UDF അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും? നല്ലൊരു ജലസേചന പദ്ധതി നമ്മൾ കാർഷിക മേഖലയിൽ ആസൂത്രണം ചെയ്യും. അതിലൂടെ കാർഷിക മേഖലയിൽ എങ്ങനെയൊക്കെ കർഷകരെ സഹായിക്കാൻ വേണ്ടി പറ്റുമോ ആ രീതിയിൽ പാടങ്ങളിൽ വെള്ളം എത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ UDF ഭരണസമിതി UDF പരിശ്രമിക്കും. ജനകീയ വികസനത്തിനായി ഇത്തവണത്തെ പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് UDFന്റെ? ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് മാറണം ചെറുതാഴം
UDF-ലൂടെ എന്ന ആശയത്തിലൂടെയാണ്. അത് മാലിന്യമുക്തമായ ചെറുതാഴം, അതുപോലെ തന്നെ അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന പ്ലാത്രയുടെ പട്ടണത്തിൻ്റെ ആധുനിക വികസനം, അത് ബസ് സ്റ്റാൻഡ് നവീകരണമായാലും നല്ലൊരു കംഫേർട്ട് സ്റ്റേഷൻ, കൂടാതെ വനിതകൾക്ക് ഉള്ള സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ തന്നെ മറ്റ് സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആവിഷ്കരിക്കും. പൂർണ്ണമായും പ്രകാശിക്കുന്ന തെരുവ് വിളക്കുകൾ, തകർന്ന് കിടക്കുന്ന ഗ്രാമീണ റോഡുകളൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്ന രീതിയിൽ ഞങ്ങൾ സംവിധാനമുണ്ടാക്കും. കഴിഞ്ഞ ഒരുപാട് വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്നെന്ന് പറഞ്ഞു. ഭരണത്തിൽ UDF-ന്റെ സാന്നിധ്യം കുറവായിരുന്നു. എവിടെയാണ് UDF-ന്റെ അടിപതറിയത്? ഒന്ന്, നമ്മൾ താഴേക്കടയിൽ നമ്മുടെ പ്രവർത്തനം വേണ്ട രീതിയിൽ ഈ ഇലക്ഷൻ സമയത്ത് കൂടുതൽ സജീവമാകുന്നുണ്ടെങ്കിൽ കൂടി മറ്റ് സമയങ്ങളിൽ വേണ്ട രീതിയിൽ നമുക്ക് പല കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ ഈ ഇലക്ഷൻ മേഖലയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തവണ 19 വാർഡുകളിൽ എത്ര വാർഡുകളിലാണ് സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്? സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത് 10 വാർഡുകളിലാണ് നമുക്ക് ഉള്ളത്. അല്ലെ 10 വാർഡുകളിലും സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രധാന വിഷയമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം. ഒരുപാട് വാർത്തകളിലൊക്കെ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടു കഴിഞ്ഞു. അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്കായി UDF അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സമഗ്രമായ സ്ത്രീ സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് അവരുടെ ക്ഷേമത്തിന് വനിതാ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കി അവരുടെ സ്വയം തൊഴിൽ രംഗത്തേക്ക് അവരെ പ്രാപ്തരാക്കി അവരെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കാനുള്ള പ്രാപ്തമാകുന്ന രീതിയിൽ UDF സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകും. ഇനി ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ. എവിടെ വരെയായി പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? ഞങ്ങളുടെ പ്രവർത്തനം 2ാം ഘട്ടം ഞങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. 3ാം ഘട്ടമായി ഞങ്ങൾ സ്ലിപ്പ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പല വാർഡുകളിലും അതിൻ്റെ പ്രവർത്തനം ഭംഗിയായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിലാണ് UDF-ന് ഒരു വാർഡ് കിട്ടിയത്. ഇത്തവണ വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? നല്ല വിജയപ്രതീക്ഷയുണ്ട്. കാരണം എൻ്റെ വാർഡ് എന്ന് പറഞ്ഞത് അത് 2 ഭാഗമായി, എൻ്റെ നാടിനെ തന്നെ വെട്ടിമുറിച്ച് 2 ഭാഗമാക്കി വച്ചിരിക്കുകയാണ്. 18ഉം 17 2 വാർഡുകളാക്കി എൻ്റെ വാർഡിനെ വെട്ടിമുറിച്ചു. എങ്കിലും ഞങ്ങൾ നല്ല വിജയപ്രതീക്ഷ അതിൽ നമുക്കുണ്ട്. ഏതായാലും നല്ല രീതിയിൽ, അതായത് സത്യസന്ധമായും നിഷ്പക്ഷമായും ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ 6ഓളം വാർഡുകൾ ചെറുതാഴം പഞ്ചായത്തിൽ പിടിച്ചെടുക്കാൻ സംവിധാനം UDF-ന് കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഞാൻ നിങ്ങളോട് പ്രകടമാക്കുന്നത്. ഈ ഒരു വിഭജനം വോട്ട് അട്ടിമറിക്ക് സാധ്യതയാകുന്നു? തീർച്ചയായും. അതിന് ഉദാഹരണം തന്നെയാണ് എൻ്റെ വാർഡ് പറഞ്ഞത്. എൻ്റെ വാർഡ് എൻ്റെ നാടിൻ്റെ നടുകെ മുറിക്കുകയാണ് ചെയ്തത്. അത് 17, 18 വാർഡുകളിലേക്ക് വിഭജിച്ചുകൊണ്ടാണ് എൻ്റെ നിലവിലുള്ള വാർഡ് മുറിച്ചിട്ടുള്ളത്. അത് തീർച്ചയായും അട്ടിമറിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെ തന്നെ. പക്ഷേ ജനങ്ങൾ UDF-ൻ്റെ കൂടെയുണ്ട്. ആ വാർഡുകൾ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളത്. ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ്. കാരണം ജനങ്ങൾ പറയുന്നു, നല്ലൊരു പ്രതിപക്ഷം അവിടെ വേണം, നിങ്ങൾ ഒരാൾ പോരാ, കൂടുതൽ പേർ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അംഗങ്ങളെ അവിടത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ പൊതുജനങ്ങൾ ചെയ്തു തരുമെന്നാണ് വീടുകളിൽ നിന്നും വോട്ട് അഭ്യർത്ഥനയുമായി ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ശരി, ഈ ഒരു പ്രാദേശിക വിഷയം മാത്രമല്ല, സംസ്ഥാന തലത്തിൽ മുഴുവൻ എടുത്താൽ പാർട്ടിക്കകത്തെ ഭിന്നത, പാർട്ടിക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ചെറുതാഴം പഞ്ചായത്തിനെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമായിട്ടേ വരില്ല. കാരണം ചെറുതാഴം പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് തല വികസന പ്രവർത്തനങ്ങൾക്കാണ് ജനങ്ങൾ കൂടുതൽ കാണുന്നത്. അപ്പോൾ അതിൽ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ ഞങ്ങളുടെ UDF സംവിധാനത്തെ കൂടുതൽ സഹായിക്കാൻ ജനങ്ങൾ തയ്യാറാണ്. അത് നമുക്ക് ഈ വരുന്ന ഇലക്ഷനിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ശരി, ഈ ഒരു പരിപാടിയിലൂടെ, വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിലൂടെ ജനങ്ങൾക്ക് പൂർണ്ണമായും നിറവേറ്റി കൊടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്ന വാഗ്ദാനങ്ങളൊന്ന് പറയാം. ഞാനത് ആദ്യം തന്നെ സൂചിപ്പിച്ചായിരുന്നു. നമ്മുടെ ചെറുതാഴത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും.
തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ BJPയുടെ പ്രതിനിധിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ ഒരു വർഷങ്ങളായി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിൽ BJPയുടെ സാന്നിധ്യം വളരെയധികം കുറവാണ്. അതിനുള്ള കാരണം എന്താ? BJPന്റെ സാന്നിധ്യം അങ്ങനെ വളരെ കുറവായിട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ 16 വാർഡിലെടുക്കുക, ഒരു 10 വാർഡിലെങ്കിലും നമുക്ക് മത്സരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് 5 സ്ഥലത്തോളം സെക്കൻഡ് നേടാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ UDFനെ പോലെ പിന്നിലാക്കിക്കൊണ്ടാണ് ഇത് നമുക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചത്. വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്. അവരുടെ ഒരു കെടുകാര്യസ്ഥത തോന്നുന്ന കാര്യങ്ങളുണ്ടോ? നമ്മൾ പറയാനുള്ളത് ഈ അടിസ്ഥാന വികസനത്തിനെ പറ്റിയിട്ടാണ്. എന്ന് വെച്ചാൽ ഈ റോഡ് വികസനം ഒരു മഴ പെയ്യുമ്പോഴേക്ക് തോടായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവിടുത്തെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഉള്ളത്. അതുപോലെ ഓരോ ദിവസവും കഴിയുന്തോറും വളർന്നു വരുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു പട്ടണം തന്നെ പറയാമെന്നുള്ള യാത്ര ടൗണ്, അതിലെ അശാസ്ത്രീയമായ ഹൈവേൻ്റെ റോഡ് നിർമ്മാണം അത് വ്യാപാരികളോടോ അതുപോലെ ജനങ്ങളോടോ ഒന്നും ചോദിക്കാതെ തന്നെ ധൃതി പിടിച്ചിട്ടുള്ള ഒരു രീതിയിലേക്കാണ് അത് പോയി. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഈ ഭരണം, ഇപ്രാവശ്യത്തെ ഈ ജനവിധി ജനങ്ങളിലൂടെ ഉള്ള ഒരു രോക്ഷാകുലമായിട്ട് തന്നെ മാറാൻ സാധ്യതയുണ്ടെന്നാണ് BJP കരുതുന്നത്. അതുപോലെ തന്നെ മാറാത്തത് ഇനി മാറും, ഒരു വികസിത കേരളം. അത് അങ്ങനെയുള്ളൊരു മഹത്തായ ഒരു ആശയമാണ് BJP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാറാത്തത് മാറും, മാറി ചിന്തിച്ചിട്ടേ പറ്റൂ. അതുകൊണ്ട് ഇടതു വലത് മുന്നണികളുടെ ഈ വികസന മുരടിപ്പിനെതിരുള്ള ഒരു ജനവിധിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് BJPക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അതുപോലെ അടിയന്തരമായി ഇടപെടണമെന്ന് തോന്നിയ ജനകീയ പ്രശ്നം എന്താ? ഇത് ഇവിടെ ജനകീയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയത് തന്നെ പറയാനുള്ളത് ഈ ഏറ്റവും കൂടുതൽ വിശാലമായിട്ട് ഉള്ള ഈ നമ്മളെ പാടശേഖരങ്ങൾ അതുപോലെ വെള്ളം കയറി നശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തരിശായ ഭൂമിയെ ഒക്കെ ഒന്നും പണിയെടുക്കാതെ ഇങ്ങനെ ഇട്ട് നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഭരണം കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എവിടെ വരെയായി പ്രചരണങ്ങളൊക്കെ? നമ്മുടെ പ്രവർത്തനം വളരെ ഊർജിതമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് നമ്മൾ 11 സ്ഥലത്തോളം മത്സരിക്കുന്നുണ്ട്. അത് നല്ല അഭിപ്രായമാണ് എല്ലാ ഭാഗത്തു നിന്നുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ഒക്കെ പ്രചരണത്തിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ വിളിച്ചിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ യുവാക്കളും അതുപോലെ നമ്മുടെ സ്ത്രീകളുമാണ് നമുക്ക് വളരെ സപ്പോർട്ട് തരുന്നത്. ഇപ്രാവശ്യം എന്തായാലും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു പ്രതികരണമായി വരുന്നത്. സ്ത്രീകളെ കാര്യം പറഞ്ഞപ്പോൾ എത്ര സ്ത്രീകളെ മത്സരിപ്പിക്കുന്നുണ്ട് BJPയുടെ? BJP ഇപ്രാവശ്യം 3 സ്ത്രീ വനിത വാർഡിലേക്ക് മത്സരിക്കുന്നുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, കേരളത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരികയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന വാർത്തകളിലൂടെ അത് വ്യക്തമാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി BJP എടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീ സുരക്ഷയ്ക്ക് BJP ഒരുപാട് നല്ല കാര്യങ്ങൾ, നമ്മളെ കേന്ദ്ര സർക്കാർ തന്നെ പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സ്ത്രീകൾക്ക് ഇത് ആയെങ്കിൽ നമ്മുടെ സുകന്യ പദ്ധതി പോലുള്ള നല്ല നല്ല പ്രവൃത്തികൾ, ആദ്യമന്ത യോജന പോലുള്ള നല്ല നല്ല, അതുകൊണ്ട് രാഷ്ട്രീയ വൈര്യം മറന്ന് എല്ലാ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഇവിടെ നല്ല രീതിയിൽ നടപ്പാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, അതുപോലെ തന്നെ ഒരു സമൂഹത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് യുവത. യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് മോദി സർക്കാർ, കേന്ദ്ര സർക്കാർ ഒരുപാട് നല്ല പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും തൊഴിലധിഷ്ഠിതത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ. അതുകൊണ്ട് തന്നെ യുവത നമ്മളോട് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടാണ്. ഇന്ന് ഈ ഇന്ത്യ വിട്ടിട്ട് എവിടെയും യുവാക്കൾ ജോലിക്ക് പോകുന്നില്ല എന്നത് തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കുന്നു. ഇതുവരെയുള്ള ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതായി തോന്നിയിട്ടുണ്ടോ? ഒരുപാട് വീഴ്ചകളാണ് ഈ ഭരണസമിതി. ഈ ചെറുതാഴം പഞ്ചായത്ത് ഒരു 35 വർഷം
കാലത്തിന് അധികമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണസമിതി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒഴുകുന്ന ഒരു സമീപമാണ് നമ്മൾ കാണുന്നത്. ഇനി റോഡായാലും മാലിന്യ പ്രശ്നമായാലും വൈദ്യുതി ആയാലും എല്ലാ കാര്യത്തിലും ഒരു കെടുകാവസ്ഥയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. BJP ഇത്തവണ മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ ഓരോ മേഖലയിലും എടുത്തു പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? അല്ല, ഓരോ മേഖലയിലായിട്ട് പറയാനില്ല. ഇവിടുത്തെ ഈ പഞ്ചായത്തിലത്തെ എല്ലാ പ്രദേശങ്ങളിലും ഒരേ പ്രശ്നങ്ങളാണ് ഉള്ളത്. എന്ന് വെച്ചാൽ വീടിൻ്റെ പ്രശ്നങ്ങളായാലും റോഡിൻ്റെ പ്രശ്നങ്ങളായാലും മാലിന്യ പ്രശ്നങ്ങളായാലും അത് എല്ലാം, അതുപോലെ തെരുവ് വിളക്കുകൾ, അതുപോലെ പരമാവധി എല്ലാ സ്ഥലങ്ങളിലും ഒരേ രീതിയിലാണ് നമ്മൾക്ക് വാഗ്ദാനങ്ങൾ പറയാൻ. കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തവണ? ഭാരതീയ ജനതാ പാർട്ടി അപേക്ഷിച്ചിട്ട് കേന്ദ്രത്തിൽ ഒരുപാട് നല്ല നല്ല പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ സംരംഭവുമായ ഹൈവേ പോലുള്ള ഈ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൻ്റെ ഇതിലേക്കാണ് നീങ്ങുന്നത്. പിന്നെ ക്ഷേമ പെൻഷനുകളായാലും കിസാൻ സമ്മാന നിധി, അതുപോലെ തന്നെ 70 വയസ്സിൽ ഉള്ളവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ്, അത് കേരളത്തിൽ മാത്രമേ നടപ്പിലാക്കാതെയുള്ളൂ. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല രീതിയിലാണ് നടന്നുകൊണ്ട് പോകുന്നത്. ഇനി BJP ഇത്തവണ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യത്തെ 100 ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? BJPയെ സംബന്ധിച്ചോളം കേന്ദ്ര സർക്കാർ നല്ല ഒരു അഴിമതിയുമില്ലാതെ നല്ല രീതിയിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലത്തുള്ള നല്ല കാര്യങ്ങൾ ഈ കേരളത്തിലെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഇടനാലക്കാർ ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഭരിച്ച് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വീട് നിർമ്മാണമായാലും റോഡ് നിർമ്മാണമായാലും അങ്ങനെ ഉള്ള പല കാര്യങ്ങളിലും ഒത്തൊരുമിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ ആഗ്രഹം. ഇപ്രാവശ്യം കേരളത്തിൽ ഈ വർഷം തന്നെ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം അത് BJPക്ക് ആയുധമാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? BJP രാഷ്ട്രീയപരമായിട്ട് തന്നെ മുന്നോട്ട് നീക്കാനാണ് BJPൻ്റെ ഭാഗത്ത്. നമ്മൾ കാണുന്നത് ശബരിമല പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ദേവസ്വം ഭൂമി പല കാട്ടുകള്ളന്മാരുടെ കൈമലിൽപ്പെടുത്തി അവിടെ ഓരോ ദിവസങ്ങളും കൊണ്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. നമ്മൾ അടുത്ത പ്രദേശത്ത് മാടായിക്കാവിലെ അവസ്ഥയാണ് വ്യാജ രസീത് ഉപയോഗിച്ചിട്ട് പണം തട്ടാൻ ശ്രമിക്കുന്ന. അതുകൊണ്ട് തന്നെ ഈ കാട്ടുകള്ളന്മാരെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തുടച്ചു മാറ്റുന്നതാണ് BJPക്ക് പറയാനുള്ളത്. ശരി, ഈ ഒരു പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വികസനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖമുദ്ര. അതുകൊണ്ട് വികസന കാര്യങ്ങൾ ഊന്നിയിട്ട് മുന്നോട്ട് പോകാനാണ് ഈ തീരുമാനം. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ചുരുക്കം ചില ദിവസങ്ങൾ മാത്രം അവശേഷിക്കവേ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് ഇത്രയും സമയം നമ്മളോടൊപ്പം സംവദിച്ചത്. അടുത്ത പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.